സമസ്തരമുള്ള വിവിധ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സഹോദരൻ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ 40ാമത്തെ വാർഷിക സമ്മേളനമാണ് ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുന്നത്. സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ പൊതുപ്രശ്നങ്ങളെക്കുറിച്ച് കൂടി വിലയിരുത്തിക്കൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ സർവീസ് സംഘടനകൾക്കും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. ജനങ്ങൾക്കെതിരായി, പൊതുവിൽ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്കെതിരായി വലിയൊരു ആക്രമണമാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിലുള്ള മന്ത്രിസഭ ഒറ്റ ലക്ഷ്യത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. കുത്തക മുതലാളികൾ ശക്തിപ്പെടുത്തുക, കോർപ്പറേറ്റുകൾക്ക് ഇഷ്ടംപോലെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഭരണമായി കേന്ദ്ര ഭരണം അധപ്പതിച്ചിരിക്കുകയാണ്. ജീവനക്കാരുടെ താല്പര്യമല്ല കേന്ദ്ര ഗവൺമെന്റ് പരിഗണിക്കുന്നത്. ഇവിടെ കോർപ്പറേറ്റുകൾക്ക് ഈ വർഷത്തെ ബഡ്ജറ്റിൽ 5,25,000 കോടി രൂപയുടെ സൗകര്യം ചെയ്തു. സബ്സിഡികളെല്ലാം നിർത്തലാക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. സബ്സിഡികൾ ഇല്ലാത്തൊരു രാജ്യമാണ് ഇന്ത്യയെ മാറ്റണം എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി സ്വീകരിക്കുന്ന ഓരോ നടപടികളും ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു കടന്നാക്രമമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. സബ്സിഡികൾ ഓരോ മേഖലയിലും നിർത്തലാക്കുമ്പോൾ വില നിലവാരം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ വിലവർദ്ധന അനുഭവപ്പെട്ട രാജ്യം നമ്മുടെ ഇന്ത്യ. ഗോതമ്പിന്റെ വില സുഡാൻ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചത് ഇന്ത്യയിലാണ്. അരിയുടെ വില ലോകത്ത് ഏറ്റവും കൂടുതൽ വർദ്ധിച്ച രാജ്യങ്ങളിൽ 3ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇങ്ങനെ അത്യാവശ്യ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളുടെ വില തീരുമാനിക്കാനുള്ള അധികാരം ഇപ്പോൾ ഉത്പാദിപ്പിക്കുന്നവർക്ക്. ഇതിന്റെ ഫലമായിട്ടാണ് പെട്രോളിന്റെ വില വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയും ഇടയ്ക്ക് ചെറിയ തോതിൽ കുറയ്ക്കുകയും പിന്നീട് വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയും മുതലാളിയുടെ മാത്രം രാജ്യത്തിൽ പോകുന്നത്. രാസവളത്തിന്റെ വില മുമ്പ് തീരുമാനിച്ചിരുന്നത് ഗവൺമെന്റാണ്. ഇപ്പോൾ രാസവളത്തിന്റെ വില തീരുമാനിക്കേണ്ട അധികാരം രാസവളം ഉണ്ടാകുന്ന കമ്പനിക്കാർക്ക് കൊടുക്കുന്നു. ഇതിന്റെ ഫലമായി കൃഷിക്കാരുടെ കാർഷിക ചെലവ് വർദ്ധിച്ചു.
കൃഷി ചെയ്യാൻ സാധിക്കാതെ കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്നു. 15 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ 3 ലക്ഷത്തോളം കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്നു. കേരളത്തിലും കർഷക ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനത്തിന്റെ പട്ടികയിൽ കേരളവും ഇപ്പോൾ എത്തുകയാണ്. കാർഷിക മേഖലയെ കൊള്ളയടിക്കാൻ മുതലാളിമാരെ അനുവദിക്കുന്നതിന്റെ ഫലമാണ് ഇന്ത്യയിലെ കാർഷിക മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരന്തം. ഇത് കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് കാർഷിക മേഖലയിൽ ഈ നടപടി സ്വീകരിച്ചത്. മരുന്നിന്റെ വില തീരുമാനിക്കാൻ അധികാരം മുമ്പ് ഗവൺമെന്റിനായിരുന്നു. ഇപ്പോൾ മരുന്നിന്റെ വില തീരുമാനിക്കുന്നത് മരുന്ന് നിർമ്മാണ കമ്പനിക്കാരാണ്. ഇതിന്റെ ഫലമായി മരുന്നിന്റെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആർക്കും താങ്ങാൻ സാധിക്കാത്ത വിധത്തിലാണ് മരുന്ന് വില ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സംബന്ധിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം പ്രവണതകളെ ചെറുത്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ കാണിച്ച പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചു ജീവനക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഉജ്ജ്വലമായ പോരാട്ടം സംഘടിപ്പിച്ചു. ഗവൺമെന്റിന്റെ എല്ലാ നിഷേധാത്മകമായ നയങ്ങളെയും ചെറുത്തുകൊൽപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടി ജീവനക്കാർ തയ്യാറായി. അതിന്റെ ഭാഗമായി ഈ 40ാം വാർഷിക സമ്മേളനം വ്യക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്ന പ്രതീക്ഷയോടുകൂടി ഈ പ്രതീക്ഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ